ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 12. ദൈവത്തിൻ്റെ ചലനങ്ങൾ. ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 27-ാം വാക്യം. നല്ലൊരു സ്ക്രാമ്പിൾ ഗെയിം, അതായത് അക്ഷരമെഴുതിയ കട്ടകൾ നിരത്തി വാക്കുകൾ ഉണ്ടാക്കുന്ന കളി എനിക്ക് ഇഷ്ടമാണ്. ഒരിക്കൽ ഒരു പ്രത്യേക കളിയുടെ ശേഷം എൻ്റെ സുഹൃത്തുക്കൾ ഒരു നീക്കത്തിന് എൻ്റെ പേർ നൽകി. അതിനെ കറ്റാര എന്ന് പേരിട്ടു. അവിടെ ഞാൻ മുഴുവൻ ഗെയിമിലും പിന്നിലായിരുന്നു. എന്നാൽ അവസാനം സഞ്ചിയിൽ കട്ടകളൊന്നും അവശേഷിക്കാതെ ഞാൻ 7 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് ഉണ്ടാക്കി. അതിൻ്റെ അർത്ഥം കളി അവസാനിച്ചു എന്നാണ്. ഒപ്പം എനിക്ക് 50 ബോണസ് പോയിന്റും കട്ടകൾ അവശേഷിപ്പിച്ചവരുടെ കട്ടകളും ലഭിച്ചു. അങ്ങനെ ഞാൻ പിന്നിൽ നിന്നും മുന്നിലേക്കെത്തി. ഇപ്പോൾ ഞങ്ങൾ എപ്പോഴൊക്കെ കളിച്ചാലും ആരെങ്കിലും പിന്നിലാകുമ്പോൾ അവൾ പ്രതീക്ഷ കൈവിടാതെ ഒരു കറ്റാരയ്ക്കു വേണ്ടി കാത്തിരിക്കും. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചത് ഓർക്കുന്നത് നമ്മുടെ ആത്മാവിനെ ഉയർത്താനും നമുക്ക് പ്രത്യാശ നൽകുവാനും ഇടയാകും. അതേ കാര്യമാണ് ഇസ്രായേലിയർ പെസഹ ആഘോഷിച്ചപ്പോൾ ചെയ്തത്. ഫറവോനാലും തൻ്റെ ജനത്താലും ഇസ്രായേൽ ജനം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം ചെയ്തതിനെ ഓർമ്മിപ്പിക്കലാണ് പെസഹ. അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അത്ഭുതകരമായി അവരെ വിടുവിച്ചു. അവരുടെ വാതിൽപ്പടികളിൽ രക്തം പുരട്ടുവാനും അതിനാൽ സംഹാരകൻ അവരുടെയും അവരുടെ മൃഗങ്ങളുടെയും ആദ്യജാതനെ കടന്നുപോകും എന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ മരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. നൂറ്റാണ്ടുകൾക്ക് ശേഷം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വാസികൾ പതിവായി കൂട്ടായ്മ ആചരിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ പ്രവൃത്തികൾ ഓർക്കുന്നത് ഇന്ന് നമുക്ക് പ്രത്യാശ നൽകുന്നു. ചിന്തിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ആഘോഷിക്കാനാകും? നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകാൻ കഴിയും? ദൈവത്തിന് മഹത്വം.